നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്നിൽ ഞാൻ പ്രതിപാദിക്കുന്ന ഇന്നത്തെ ദിനം 2026 മെയ് മാസം 20-ാം തീയതി, അതായത് 1201 ഇടവ മാസം 6-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:06, അസ്തമയം വൈകിട്ട് 6:37. ഇന്നത്തെ രാഹുകാലം ബുധനാഴ്ച 12 മുതൽ 1:30 വരെയുള്ള സമയമാകുന്നു. ഞാൻ രാഹുകാലത്ത് ഒരു ശുഭകാര്യങ്ങളും അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി ഉച്ചയ്ക്ക് 12:30 വരെ ചതുർത്ഥി തിഥിയാണ്. ചതുർത്ഥി ഒരു റിക്തയായ തിഥിയാണ്, ഒഴിഞ്ഞ തിഥിയാണ്. തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു ജ്യോതിഷത്തിൽ. ഭൂരിശ്രീ വിഭവ തിഥി ശ്രവണത. തിഥി ശ്രവിക്കുമ്പോൾ തന്നെ സമ്പത്താണ് നമ്മുടെ മുന്നിൽ വരിക. അങ്ങനെയുള്ള സമ്പത്തിനെ നശിപ്പിക്കുന്ന തിഥിയാണ് ചതുർത്ഥി. അപ്രകാരമുള്ള 3 തിഥികളുണ്ട്. ചതുർത്ഥി 4-ാമത്തേത്, നവമി 9-ാമത്തേത്, ചതുർദശി 14-ാമത്തേത്. അത് മാത്രമല്ല, ഇന്ന് 12:30 വരെ ഉച്ച സമയം 12:30 വരെ വിഷ്ഠികരണമാണ്. വിഷ്ഠികാലത്ത് ചെയ്യുന്ന ഒരു കർമ്മവും ഗുണത്തെ പ്രാപിക്കില്ല. വിഷ്ഠികാലം കൃതം കാര്യം വിനാശമുപഗച്ഛതി. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ബുധനാഴ്ചയാണ്. 12:30 വരെ തിഥി വളരെ ദുർബലമാണ്. പക്ഷേ ഇന്നത്തെ നക്ഷത്രം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. 12:30 മുതൽ പിന്നെ പഞ്ചമി തിഥിയായി, വെളുത്ത പക്ഷത്തിലെ പഞ്ചമി, ചന്ദ്രൻ ബലവാനായി വരുന്നു. ഇന്നത്തെ നക്ഷത്രം പുനർവസു, പുണർന്ന നക്ഷത്രമാണ്, ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ശ്രീരാമസ്വാമിക്ക് എന്ത് ചെയ്യാം? തുളസിമാല പാൽപ്പായസം വഴിപാടായി ചെയ്യാം. ഇന്ന് ബുധനാഴ്ചയാണ്, അവതാര ദൈവങ്ങളുടെ ദിനമാണ്. നരസിംഹക്ഷേത്രത്തിൽ പോകാമെന്ന്, അവിടെ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർത്ഥന വഴിപാടായി ചെയ്യാം. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇന്ന് ഏറ്റവും നല്ല ശുഭ മുഹൂർത്തം ശ്രദ്ധിക്കണം. 1:40 മുതൽ 3 മണി വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുകൂലമായ സമയമാണെന്ന് അറിയുക. അതിനാൽ ഇന്നത്തെ ദിനം മേൽപ്പറഞ്ഞ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത്, അല്ലെങ്കിൽ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്ത് ധന്യമാക്കുക. നല്ല നക്ഷത്രമാണ്, നല്ല തിഥി 12:30 മുതൽ വന്നും കഴിഞ്ഞു. ഏതായാലും ഇന്നത്തെ ദിനം ശുഭമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.